ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കടല കൊണ്ട് ചെയ്യാവുന്നൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വേവിച്ചെടുത്ത കടല എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കടല മിനിമം 4 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. കുതിർന്ന് വരുമ്പോൾ ഏകദേശം 1 കപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ വേവിച്ചെടുത്ത കടലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കടല നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേ അളവിൽ തന്നെ തേങ്ങ ചിരുവിയതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോവരുത് കേട്ടോ, ചതച്ചാൽ മതി. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ വലുപ്പത്തിലുള്ള 5 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് നമുക്കിതിവിടെ അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ചേർത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കടലയില്ലേ, അത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൽ നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുന്ന ആ ഒരു പരുവത്തിൽ ആയി കിട്ടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നെയ്യ് ലാസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് എടുക്കാം. ഉപ്പ് ചേർത്തിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം വെച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് ഉണ്ടാക്കുന്ന രീതിയിൽ ഈ മാവൊന്ന് ഈ വെള്ളം വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ അങ്ങോട്ട് ലൂസായി പോകണ്ട കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ മതി. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് റെഡി ആയിട്ടുണ്ട്. കൈ വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. കുഴച്ചെടുക്കൊന്നും വേണ്ട, കുറേ സമയം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ഞാനിവിടെ ഇതൊരു വാഴയിലയിൽ പരത്തി കൊടുക്കുകയാണ് കേട്ടോ. അതിന് മുകളിലായിട്ട് നല്ല തിന്നായിട്ട് വേണം കേട്ടോ മാവ് പരത്താൻ. കട്ടിയിൽ പരത്തിയാൽ ഇതൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് മുകളിലായിട്ട് ഇതുപോലെ നമ്മുടെ കടലയും തേങ്ങയുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മടക്കിയിട്ട് ആവിയായിട്ട് എടുക്കാം. നമ്മൾ സാധാരണ ഇലയുടെയൊക്കെ ഉണ്ടാക്കൂലേ, അതിന് ഫില്ലിങ് നമ്മൾ ഈ കടലയും തേങ്ങയും കൊണ്ടുള്ളതാണ് വെച്ചതെന്ന് മാത്രം. ഫില്ലിങ് കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കാം. മാവ് വളരെ തിന്നായിട്ട് പരത്തി കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആവിയായിട്ട് എടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ഇലയുടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. കടലയുടെ ആരോഗ്യ ഗുണങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾക്കും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്